നമസ്കാരം. എല്ലാ മലയാളികൾക്കും ഈസ്റ്റർ ദിന ആശംസകൾ. 2-3 ദിവസം അവധിയായിരുന്നു. ഇന്ന് അച്ചായന്മാരെല്ലാം ഘോഷിക്കുന്ന ദിവസമാണ്, അവരുടെ ഉത്സവമാണ്. ഇന്ന് കാളയും പോത്തും പന്നിയും മട്ടനും ചിക്കനും എല്ലാം കുഴച്ചൊരടിയുണ്ട്. സ്കോച്ചും ചേർത്ത് അടിക്കുന്ന അച്ചായന്മാരെ നമ്മൾ മനസ്സിൽ കണ്ടുകൊള്ളുക. വാറ്റുകാരൻ വരെ വാറ്റി അടിക്കുന്ന അച്ചായന്മാരെ എനിക്കറിയാം. കോട്ടയം പാലായും ഒക്കെ ഉള്ള അച്ചായന്മാർ അവർ നന്നായിട്ട് വാറ്റിയാണ് അടിക്കുന്നത്. ഒന്നേ അവർ സ്കോച്ച് അടിക്കും, അല്ലേ വാറ്റ്. ഇത് രണ്ടുപേരും അവർ കഴിക്കും. നമ്മുടെ ഇവിടുത്തുള്ള അച്ചായന്മാരായി റം അടിക്കുന്നത്. പക്ഷേ നല്ല അച്ചായന്മാരൊക്കെ അടിക്കുന്നത് നല്ല വാറ്റുകാരെയും അല്ലെ നല്ല സ്കോച്ച്. ഇന്ന് എന്നെ കുറേ അച്ചായന്മാർ വിളിച്ചിട്ടുണ്ട്. റാന്നിയിൽ ഒരു ക്ലബിലാണ്, നമ്മുടെ വിൽസൺ വേണാട്ട് സാറിൻ്റെ ക്ലബ്ബാണ്. അവിടെ ഈട്ടിച്ചുവട് എന്ന സ്ഥലത്തുള്ള ക്ലബ്ബാണ്. അവിടെ പോകുന്നുണ്ട്. വൈകുന്നേരം ഞാൻ പോകുന്നുണ്ട്. അച്ചായന്മാരെ കുറ്റം പറഞ്ഞിട്ട് വേണമല്ലോ അവിടെ പോയി ഞണ്ണാൻ. നായന്മാരുടെ ഒരു പ്രധാന ലക്ഷണമാണ്. പലവനെയും കുറ്റം പറയും, പരിഹസിക്കും, അത് അനുഭവിക്കുകയും ചെയ്യും. അത് നായന്മാരുടെ ഒരു പൊതുശീലമാണ്. അതുകൊണ്ട് ആദ്യം അവരെ 10 തന്തലായി പറഞ്ഞ് തോന്നിവാസം പറഞ്ഞ് ഒക്കെ പറഞ്ഞിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ തരുന്ന ഭക്ഷണവും കഴിക്കും. എന്തായാലും സന്തോഷമായിട്ട് എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ഞാൻ രാവിലെ തൊടുപുള്ളിപ്പാറയിൽ കയറി. കോട്ടയം വള്ളിക്കോട് കോട്ടയം തൊടുപുള്ളിപ്പാറയിൽ ഞാനും ഞങ്ങളുടെ 2-3 സുഹൃത്തുക്കളും കൂടെ കയറി. സുഹൃത്തുക്കളൊക്കെ എന്നെക്കാൾ ഇളയതാണ്, എന്നാലും ഞങ്ങളെല്ലാം സമാന ഹൃദയരാണ്, സമാന മനസ്കരാണ്, സമാന ചിന്താഗതിക്കാരാണ്. അങ്ങനെ എല്ലാത്തിലും സമാനതകളുള്ളവരാണ്, പ്രായത്തിൽ മാത്രം വ്യത്യാസം. നന്ദി, നമസ്കാരം, ഈസ്റ്റർ ദിനാശംസകൾ.